ആ അല്ലെങ്കിൽ നിനക്കറിയാലോ, ആദ്യം മുതലേ ആനന്ദ് അവൾക്ക് ഫുൾ സപ്പോർട്ടാ. ഇപ്പൊ നിന്റെ കെട്ടിയവനും കൂടി അവളോടൊപ്പം ചേർന്നപ്പോ അവളങ്ങ് സ്വയം മറന്നുള്ള നടപ്പാ. അതൊട്ടും നല്ലതല്ല. ദേ ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം. സോറി ആന്റി, കല്യാണിയെ ഇവിടെ എല്ലാവർക്കും നന്നായി അറിയാം. അവൾ അങ്ങനെ ഒരു പെണ്ണേ അല്ല. വെറുതെ എന്തിനാ അവളെ പറ്റി ദൂഷ്യം പറയാൻ നിൽക്കുന്നേ? അവൾ ആരോടും ഒരു അഹങ്കാരവും കാണിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ആന്റി അനന്തരവളെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ഞാൻ കല്യാണി ഒന്ന് വിളിക്കട്ടെ. കല്യാണി. മാഡം, മുകളിലേക്ക് വാ കല്യാണി. ദാ വരുന്നു മാഡം. ആന്റി കണ്ടോ, ഞാനൊന്ന് വിളിച്ച ഉടനെ ചെയ്തുകൊണ്ടിരുന്ന ജോലി കളഞ്ഞിട്ടാ കല്യാണി ഓടി വരുന്നത്. കല്യാണി, എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യാനായിരുന്നല്ലോ. നീ ഫ്രീ ആണോ ഇപ്പോ? കുഴപ്പമില്ല മാഡം, ഞാൻ ഇപ്പൊ റെഡിയാക്കി കൊണ്ടുവരാം. ശരി, വേഗാട്ടെ. നീ ഇങ്ങോട്ട് വാ. ടൗല് മറന്നു. നല്ല ഒന്നാം തരം ചുണ്ണാമ്പ് പൊടിയായത്. ഇത് ഞാൻ ഈ ഫേഷ്യൽ ക്രീമിൽ മിക്സ് ചെയ്ത് കുഴച്ച് കുഴച്ച് വെച്ചാ മതി. ആ നന്ദനയുടെ മുഖം അതോടെ പൊള്ളി കേറും. പിന്നെ കല്യാണിക്ക് പൂരം അല്ലേ, പൂരം. ആന്റിയുടെ ബുദ്ധി അപാരം തന്നെ.
മുടി എടുത്തോളെ. വലിയൊന്ന് വിളിച്ചറിയാലോ. മാഡം, ആ പാക്ക് റെഡി ആയോ കല്യാണി? റെഡിയാണ് മാഡം. എന്നാ തുടങ്ങിക്കോ, ഞാനും റെഡിയാ. ആന്റി, എന്താ എല്ലാം ഓക്കെയാണ്? ആ വാ നോക്കാം. നീ നോക്കിക്കോ, കല്യാണിക്ക് വേണ്ടി സംസാരിക്കുന്നവളുടെ മുഖം പൊള്ളിക്കേറുന്നത് നമുക്കിപ്പൊ കാണാം. ഈ മാല കൊള്ളാലോ കല്യാണി. ഇത് ആരാ തന്നത്? അഖില മാഡം സൂക്ഷിക്കണമെന്നും പറഞ്ഞു. ഇത് തൃച്ചംബരത്തെ പരമ്പരാഗത മാലയാ. പരമ്പരാഗത മാല എനിക്ക് തരുന്നതിന് പകരം ആന്റി എന്തിനാ വീട്ടു ജോലിക്കാരിക്ക് കൊടുത്തെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കഴിഞ്ഞു മാഡം, ഇനി കണ്ണടച്ചോളൂ. ആ കല്യാണി, എന്റെ മൊബൈൽ എടുത്ത് സമയം എത്രയായി നോക്കോ. 8 മണിയായി മാഡം. അരവിന്ദ് എന്താ താമസിക്കുന്നെന്ന് ഞാൻ ആലോചിച്ചു. ദൈവമേ, സമയം 8 വലിയ ഇപ്പൊ ഫോൺ ചെയ്തില്ലെങ്കിൽ അത്താഴം കഴിക്കാതിരുന്നു കളയും. ഈ ക്രീം ഉണങ്ങി പിടിക്കുന്ന സമയത്ത് പുറത്തു പോയി ഫോൺ ചെയ്തിട്ട് വന്നാലോ? അങ്ങനെ ചെയ്തു കളയാം. ഒരു 5 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. ഹലോ കല്യാണി. ആ വലിയ ആഹാരം കഴിച്ചോ? ആ കല്യാണി, ആ വിലാസൻ ആന്റിക്കില്ലേ, നിന്നെ കണ്ണെടുത്താ കണ്ടൂടാ. നീ നന്നായി ഫേഷ്യൽ ചെയ്യുമെന്ന് എനിക്കറിയാം. ജയന്തിയോട് നിന്നെ ഒന്ന് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ വിലാസൻ ആന്റി പറയാ ജയന്തി നന്നായി ഫേഷ്യൽ ചെയ്യും, അവള് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച് പാസ്സായതാണെന്ന്.
ഞാൻ പറഞ്ഞു റിസ്ക് വേണ്ട, കല്യാണി ഫേഷ്യൽ ചെയ്താൽ മതിയെന്ന്. അപ്പൊ വിലാസിന് എന്റെ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. തൃച്ചംബരത്തെ പരമ്പരാഗത മാല നിന്റെ കഴുത്തിൽ വന്ന ശേഷം നിനക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ടെന്ന്. നീ ഇപ്പൊ ആരെ അനുസരിക്കുന്നില്ലാന്ന്. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയില്ലേ. അന്നും ഇന്ന് നീ വെറും ഒരു പാവം തന്നെ. അല്ല, നീ എന്തൊന്നും മിണ്ടാതെ നിൽക്കുന്നെ? വിലാസിനെ ആന്റി പറഞ്ഞതുപോലെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് തുടങ്ങിയോ നിനക്ക്? ഏയ് കല്യാണി, കല്യാണി നീ ഒന്നും കേൾക്കുന്നില്ലേ? കേട്ടത് ഞങ്ങളാ. എല്ലാം കേട്ടു, ബോധ്യപ്പെടുകയും ചെയ്തു. വളരെ സന്തോഷം. കല്യാണി, കല്യാണി, കല്യാണി ഇവിടെ ഇല്ല. കാരണം ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാ. പരമ്പരാഗത ചെയിൻ കഴുത്തിൽ വീണപ്പോ അവളല്ലാതായി. ഇനി ആരെ അനുസരിക്കേണ്ട കാര്യമില്ലെന്നൊരു തോന്നല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഫേഷ്യൽ ക്രീം എന്നും പറഞ്ഞ് നിന്റെ മുഖത്ത് എന്തോ വാരി തേച്ചിട്ടേ വെള്ളരിക്ക പീസ് വെച്ച് കണ്ണും മൂടിക്കെട്ടി അവള് പോയി അവളുടെ പാട് നോക്കി. ഇനി അവളെ കാണണമെങ്കിലേ നീ പോയി താഴേക്ക് നോക്കിയാ മതി. അവിടെ ആരോടോ ഫോണിൽ സല്ലപിക്കുന്നുണ്ടാവും തൃച്ചംബരത്തെ കല്യാണി. അല്ല, ഇനി അങ്ങനെ അറിയപ്പെടാനാണല്ലോ അവൾ ആഗ്രഹിക്കുന്നതും ഇവിടെ ചിലര് പ്രയത്നിക്കുന്നതും. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ തൃച്ചംബരത്തെ മരുമകളല്ലേ നീ? നിനക്ക് അവള് തരുന്ന വില ഇതാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാര്യം പിന്നെ എന്തായിരിക്കും? എന്തു പറ്റി നന്ദനെ? കുറെ നേരമായില്ല മുഖം ചൊറിയുന്നു. ഇനി തേച്ച ക്രീമിന് വല്ല അലർജി ആണോ എന്തോ? ആ ശരിയാ, ഞാനും അത് ശ്രദ്ധിച്ചു. ജയന്തി, എന്നാലും നീ ഒന്ന് നോക്ക്. നിനക്കറിയാലോ, നീ ഇതൊക്കെ പഠിച്ചതല്ലേ? ആ, അയ്യോ, പെട്ടെന്ന് മുഖം കഴിയും നന്ദനെ. ഇതില് ചുണ്ണാമ്പ് പൊടി ഇട്ടേക്കുവാ. മുഖം ഇപ്പൊ പൊള്ളി വീർക്കും. ഓ മൈ ഗോഡ്, അതായിരിക്കും മുഖത്തൊരു നീറ്റല്. അയ്യോ, ഇത് അത് തന്നെ. മുഖം കഴുകിക്കള, പെട്ടെന്നാവട്ടെ. എന്നാലും ആ മഹാഭാവി നന്ദനിയോട് ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. എന്റെ ഭഗവാനേ. അയ്യോ, നിന്റെ മുഖം ചുവന്നല്ലോ നന്ദനെ. ദേ, നിന്റെ മുഖം ഇവിടെ പൊള്ളിക്കാൻ വെച്ചിട്ട് അവൾ എന്താ അവിടെ ചെയ്യുന്നേന്നറിയോ? വാ, കാണിച്ചു തരാം, വാ. ദേ നോക്ക്. പാടി.
കണ്ടില്ലേ അവൾക്ക് എത്ര അഹങ്കാരം ഉണ്ടായിട്ടായിരിക്കും നിന്റെ മുഖത്ത് ഇങ്ങനെ ചുണ്ണാമ്പ് തേച്ച് വെച്ചിട്ട് അവള് നിന്ന് ഫോൺ സലാപം നടത്തുന്നേ. അയ്യോ, അയ്യോ, ക്ഷമിക്കണം മാഡം. നാട്ടിൽ നിന്ന് ഒരു അത്യാവശ്യ ഫോൺ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ഞാൻ. അയ്യോ മാഡം, മുഖത്തെന്താ ചെയ്തത്? ഇതെന്തു പറ്റി? നിർത്ത്. അപ്പൊ നിനക്കൊന്നും അറിയില്ലല്ലേ? നീ ആരാണെന്ന് നിന്റെ വിചാരം? പറയടി, നീ ആരാണെന്ന്. മാഡം, ഈ പരമ്പരാഗത ചെയിൻ നിന്റെ കഴുത്തിൽ വന്നതിന് ശേഷം നീ സ്വയം മറന്നു. പഴയ കല്യാണി അല്ല നീ. അല്ലെങ്കിൽ ഫേഷ്യല് ചുണ്ണാമ്പ് മിക്സ് ചെയ്ത് എന്റെ മുഖം പൊള്ളിക്കാൻ നീ ശ്രമിക്കില്ലായിരുന്നു. എന്റെ ദൈവമേ, മാഡം എന്തൊക്കെയായി പറയണേ? ഞാൻ ഫേഷ്യൽ പാക്കില് ചുണ്ണാമ്പ് കലർത്തിയെന്നോ? ഞാൻ മാഡത്തിനോട് ഇങ്ങനൊരു ദ്രോഹം ചെയ്യുന്നു തോന്നുന്നുണ്ടോ മാഡത്തിന്? എല്ലാ നെറുകേടുകളും കാണിച്ചിട്ട് പഞ്ചപാവത്തെ പോലെ അഭിനയിക്കുന്നു. നീ പാവമാണെന്ന് തെറ്റിദ്ധരിച്ച് നിന്നോട് അടുപ്പം കാണിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. അടുക്കളക്കാരിയുടെ അകലത്ത് നിർത്തണമായിരുന്നു. ഇനി നീ ഏത് പരമ്പരാഗത ചെയിനെടുത്ത് അണിഞ്ഞാലും വേലക്കാരി തന്നെയായിരിക്കും. പോയിക്കോ എന്റെ കൺമുന്നിൽ നിന്ന്. പോടി ഇവിടുന്ന്, ഇറങ്ങിപ്പോവാൻ. നന്നായി നന്ദനെ, ഇനി അവൾ അധികം അഹങ്കരിക്കില്ല. പണ്ടേ ഇത് കൊടുക്കേണ്ടതായിരുന്നു. ആ അപ്പൊ ഗുഡ് നൈറ്റ്. ജയന്തി, എന്താ ആന്റി? വാ, നമുക്ക് പോവാം. കല്യാണി നിക്ക്. എന്തു പറ്റി കല്യാണിക്ക്? കരഞ്ഞ ലക്ഷണമാണല്ലോ. ഏയ്, ഒന്നുമില്ല നീ കുഞ്ഞെ. അത് കള്ളം. ഒന്നുമില്ലാതെ ആരെങ്കിലും കരഞ്ഞോണ്ട് ഇറങ്ങി വരുമോ? എന്താ കാര്യം എന്ന് പറ. ഓർമ്മയുണ്ടല്ലോ, കല്യാണിയെ നോക്കാൻ ബ്രോ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. ഒന്നുമില്ല നീ കുഞ്ഞെ, ഞാൻ പോണു. ഏയ് കല്യാണി നിക്ക്. കവിളത്ത് അടി കൊണ്ടേണ്ട പാടുണ്ടല്ലോ. ഇങ്ങനെ വിരല് പതിഞ്ഞു കിടക്കുമ്പോൾ കള്ളം പറയുന്നത് എന്തിനാ? എന്താ നടന്നതെന്ന് എനിക്ക് അറിയണം. ഞാൻ ചോദിച്ചതിന് മറുപടി പറ കല്യാണി. നിന്നെ ആരാ അടിച്ചത്? പറയാൻ. എന്നോടൊന്നും ചോദിക്കില്ല നീ കുഞ്ഞ്. എന്നെ ആരും അടിച്ചിട്ടൊന്നുമില്ല. കള്ളം. നീ ആരും രക്ഷിക്കാൻ ശ്രമിക്കണമെന്നില്ല. എനിക്കറിയാം, ഇളയമ്മ രാവിലെ ചെയിനൂരാൻ പറ്റാത്തന്നെ പകരം വീട്ടിയതായിരിക്കും. ആ സ്ത്രീ മാത്രം ഇങ്ങനെ ചെയ്യൂ. അതൊന്നും അല്ല അനിയൻ കുഞ്ഞെ. ദയവേത് എന്നോട് ഇപ്പൊ ഒന്നും ചോദിക്കരുത്. ഞാൻ പോവാ. ഏയ് കല്യാണി, കല്യാണി നിക്ക്.
മതി പാട്ടും കൂത്തും.